കേരളത്തിലെ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചുവെന്ന ഗൗരവകരമായ പരാതിയിൽ കേരള ഹൈക്കോടതി നടത്തിയ ഇടപെടലുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൈകാര്യം ചെയ്യുന്ന സ്പാർക്ക് എന്ന ഡിജിറ്റൽ സംവിധാനത്തിലെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണമാണ് കോടതിയുടെ കടുത്ത വിമർശനത്തിന് കാരണമായത്. ഈ വിഷയം കേവലം ഒരു രാഷ്ട്രീയ തർക്കത്തിനപ്പുറം പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായും ഭരണഘടനാപരമായ ലംഘനമായും കോടതി വിലയിരുത്തുന്നുണ്ട്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പള പരിഷ്കരണം, ക്ഷാമബദ്ധ വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി സന്ദേശങ്ങൾ അയച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്പാർക്ക് പോർട്ടലിൽ ജീവനക്കാർ അവരുടെ ശമ്പള സംബന്ധമായ ആവശ്യങ്ങൾക്കായി നൽകിയിട്ടുള്ള സ്വകാര്യ ഫോൺ നമ്പറുകളിലേക്കും ഇമെയിൽ വിലാസങ്ങളിലേക്കുമാണ് ഈ സന്ദേശങ്ങൾ എത്തിയത്. ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഗുണകരമാകുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ചു എന്നതാണ് ഹർജിക്കാരുടെ പ്രധാന വാദം. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ച് ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെയാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് എന്നതായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സർക്കാർ ശേഖരിക്കുന്ന വിവരങ്ങൾ മറ്റൊരാവശ്യത്തിനായി കൈമാറുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഭാരതീയ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ജീവിക്കാനുള്ള അവകാശത്തിന്റെയും ഭാഗമാണ് സ്വകാര്യത എന്ന മൗലിക അവകാശം. 2017 സുപ്രീം കോടതിയുടെ ചരിത്രപ്രധാനമായ പുട്ടുസ്വാമി വിധി പ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും മൗലിക അവകാശ ലംഘനമാണ്. സ്പാർക്ക് പോർട്ടലിൽ വിവരങ്ങൾ നൽകുന്നത് സർക്കാർ സേവനങ്ങൾ സുഗമമാക്കുന്നതിനാണ്, അല്ലാതെ രാഷ്ട്രീയ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനല്ല. ഈ കേസിൽ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത് 2023 ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമത്തിന്റെ ലംഘനമാണ്. ഈ നിയമപ്രകാരം ഏത് ആവശ്യത്തിനാണോ വിവരങ്ങൾ ശേഖരിച്ചത് ആ ആവശ്യത്തിന് മാത്രമേ അവ ഉപയോഗിക്കാവൂ. ശേഖരിച്ച വിവരങ്ങൾ മൂന്നാം കക്ഷിക്കോ മറ്റ് ഓഫീസുകൾക്കോ കൈമാറുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിവരങ്ങൾ നേരിട്ട് കൈക്കലാക്കിയത് ഡാറ്റാ സുരക്ഷാ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് കോടതി പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തുകയും ചെയ്തു. കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഫോൺ നമ്പർ, വിലാസം തുടങ്ങിയ അതീവ സുരക്ഷ ആവശ്യമുള്ള വിവരങ്ങൾ അടങ്ങിയവയാണ് സ്പാർക്ക് പോർട്ടൽ. ഇതിന്റെ സുരക്ഷാ ചുമതല സർക്കാരിനാണ്. സർക്കാർ ചെലവിൽ നടത്തുന്ന ഒരു സംവിധാനത്തിലെ വിവരങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത് ഡാറ്റ ചോർച്ചയായിട്ടാണ് ഹൈക്കോടതി കണ്ടത്. വിവരങ്ങൾ രാഷ്ട്രീയ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത് മുൻകാല കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്നും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി. ഹർജി പരിഗണിച്ച വേളയിൽ കോടതി നടത്തിയ പരാമർശങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. അനുമതിയില്ലാതെ വ്യക്തിഗത വിവരങ്ങളിലേക്ക് കടന്നുകയറുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സ്പാർക്കിലെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറാൻ ഉത്തരവിട്ടത് ആരാണെന്നും അതിനു പിന്നിലെ നടപടിക്രമങ്ങൾ എന്താണെന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കരുതെന്ന് കോടതി കർശനമായി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേസിലെ എതിർകക്ഷിയാക്കിയാണ് ഹർജി ഫയൽ ചെയ്തതെങ്കിലും അദ്ദേഹം ഒഴികെയുള്ള മറ്റുദ്യോഗസ്ഥർക്കും വകുപ്പുകൾക്കും കോടതി നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. സർക്കാർ സംവിധാനങ്ങളെ പാർട്ടി താൽപര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കോടതിയുടെ ഈ നിരീക്ഷണം കരുത്തു പകരുന്നുണ്ട്. സർക്കാർ ചെലവിൽ പാർട്ടി സർവേകൾ നടത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ വിവാദവും ഉടലെടുത്തത്. ഇത് ഉദ്യോഗസ്ഥ ഭരണ യന്ത്രത്തിന്മേലുള്ള രാഷ്ട്രീയ മേധാവിത്വത്തെയും ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ചയെയും സൂചിപ്പിക്കുന്നുവെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട്. സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്തിവെക്കാനുള്ള കോടതിയുടെ നിർദ്ദേശം സർക്കാരിന് തിരിച്ചടിയാണ്. വിവരങ്ങൾ നിയമവിരുദ്ധമായി ശേഖരിച്ചതിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി വരും ദിവസങ്ങളിൽ പരിഗണിക്കും. ഇത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളാണ് ഏറ്റവും വലിയ സ്വത്ത്. ഒരു സർക്കാർ സംവിധാനം തന്റെ പൗരന്മാരുടെ വിവരങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്. ആ വിവരങ്ങൾ തന്നെ പൗരന്മാരെ സ്വാധീനിക്കാനുള്ള ആയുധമായി ഭരണകൂടം ഉപയോഗിക്കുമ്പോൾ അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സ്വകാര്യതയുടെയും സംരക്ഷണത്തിന് വലിയൊരു കവചമായി മാറുമെന്നതിൽ തർക്കമില്ല. വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന് വ്യക്തമായ മറുപടി നൽകേണ്ടി വരും.